ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഒമാൻ തലസ്ഥാനമായി മസ്കറ്റ് വേദിയാവുകയാണ്. ഇറാനുമായി ഒമാനിൽ വെച്ച് നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാണെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു. അതേസമയം ആണവ വിഷയത്തിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് പകരം പരോക്ഷ ചർച്ചയാകാമെന്നാണ് ഇറാന്റെ നിലപാട്. ഇറാൻ സർക്കാരിന്റെ ഔദ്യോഗിക വക്താവ് ഫാത്തിമ മൊഹജറാനിയാണ് അമേരിക്കയുമായി ആണവ വിഷയത്തിൽ പരോക്ഷ ചർച്ചയാകാമെന്ന് വ്യക്തമാക്കിയത്. ദേശീയ താൽപര്യമുള്ള മറ്റു വിഷയങ്ങൾ കേന്ദ്രബിന്ദുവായി ഉൾപ്പെടുത്തിയാകും ചർച്ചയെന്നും മൊഹജറാനി വിശദീകരിച്ചു. അടുത്ത ശനിയാഴ്ച ഇരു രാജ്യങ്ങളിലെയും പ്രതിനിധികൾ ഒമാനിൽ പരോക്ഷ ചർച്ചകൾ നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ആണവ വിഷയം നേരിട്ട് ചർച്ച ചെയ്യണമെന്നും ഇത് പരാജയപ്പെട്ടാൽ ഇറാന് വലിയ ഭവിഷ്യത്തുണ്ടാകുമെന്നുമായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ. അതേസമയം ഒരവസരം പോലെ തന്നെ ഒരു പരീക്ഷണമാണ് ഇതെന്നും പന്ത് ഇപ്പോൾ അമേരിക്കയുടെ കോർട്ടിലാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വിശദീകരിച്ചു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും US പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും നേതൃത്വം നൽകുന്നതാകും ചർച്ചയെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത്തരത്തിലൊരു ചർച്ച നടക്കുന്നതായോ ഇതിന്റെ വിശദാംശങ്ങളോ ഒമാൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.